السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യുഅവ്വിദു ബഅദ അഹ്ലിഹി യംസഹു ബിയദിഹി അൽ-യുംനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബങ്ങൾ രോഗികളായാൽ അവരെ സന്ദർശിക്കുമ്പോൾ യുഅവ്വിദു ബഅദ അഹ്ലിഹി യംസഹു ബിയദിഹി അൽ-യുംനാ. തന്റെ കുടുംബങ്ങൾ രോഗികളായാൽ അവരെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ റിസാലത്തിന്റെ വലത്തെ കൈകൊണ്ട് തടവിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കും: അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് എന്തിനാണ് രോഗങ്ങൾ നൽകുന്നതെന്ന് സംശയം നമുക്കുണ്ടായേക്കാം. അല്ലാഹു തആല എന്തിനാണ് നമുക്ക് ഈ രോഗങ്ങൾ തരുന്നത് എന്നൊരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടായേക്കാം. ഇങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കാൻ വിട്ടാ പോരെ? ഒരു വിഷമമോ പ്രയാസമോ ഞെരുക്കമോ ഇടുക്കമോ കടബാധ്യതകളോ എന്തിനാണ് പടച്ചറപ്പ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്തിനാണ് നമുക്ക് തരുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായേക്കാം. നമ്മൾ അല്ലാഹു തആല ഒരു പ്രയാസവുമില്ലാതെ, ഒരലട്ടലുമില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ മുന്നോട്ട് നയിച്ചാൽ നമ്മൾ അല്ലാഹുവിനെ തന്നെ മറന്നു പോകുന്നതാണ്. സുഖത്തിലും സന്തോഷത്തിലുമായിട്ട് പടച്ചറപ്പിനെ ഓർക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രോഗങ്ങൾ തരുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിലുള്ള വിശ്വാസം ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അവനെ മാത്രം ആരാധിക്കാനും സൽക്രമങ്ങൾ അധികരിപ്പിച്ച് ജീവിതം ധന്യമാക്കാനും വേണ്ടിയിട്ടോ അല്ലാഹു മാത്രമേ രോഗം ഭേദമാക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യനിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് പടച്ചറപ്പ് നമുക്ക് രോഗങ്ങൾ തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരം ഏറ്റവും മികച്ച ഘടനയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ശരീരം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ഘടനയിലാണ്. അല്ലാഹു തആല അല്ലാഹു വലിയ അത്ഭുതമല്ലേ? ഖാലിഖുൽ ഖാലിഖായ റാസിഖായ ഗഫാറായ സത്താറായ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ സൃഷ്ടി എത്ര അത്ഭുതമാണ് റബ്ബേ. നിന്റെ ഓരോ സൃഷ്ടികളും എന്തൊരു അത്ഭുതമാണ് അല്ലാഹ്. തൂണില്ലാതെ ആകാശത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബേ. അല്ലാഹുവേ, ഭൂമി ഇങ്ങനെ പരത്തി ഇങ്ങനെ സംവിധാനിച്ചിരിക്കുന്ന അല്ലാഹ്. ഭൂമി കാണിക്കല്ലായി പർവ്വതങ്ങളെ സൃഷ്ടിച്ച റബ്ബേ, നിന്റെ സൃഷ്ടിപ്പ് എന്തൊരു അത്ഭുതമാണ് അല്ലാഹ്. മനുഷ്യന്റെ ശരീരം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ഘടനയിലാണ്. കേടുപാടുകൾ സംഭവിച്ചാൽ സ്വയം തന്നെ കേടുപാടുകൾ തീർക്കുന്നു. കേടുപാടുകൾ സംഭവിച്ചാൽ സ്വയം തന്നെ കേടുപാടുകൾ തീർക്കുന്ന ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് തീർക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ചില മുറിവുകൾ നമുക്ക് വന്നാൽ മരുന്നില്ലാതെ തന്നെ ഉണങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? റിക്കവറി ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്.
രോഗങ്ങൾ വന്നാൽ അത് തനിയെ മാറാനുള്ള ഒരു സംവിധാനമുണ്ട്. ചില പനികൾ വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കാതെ തന്നെ മാറുന്നുണ്ട്. ജലദോഷം വന്നാൽ, ചുമ വന്നാൽ ചിലപ്പോൾ അതൊക്കെ മരുന്ന് കഴിക്കാതെ ചില ചുമകളും ചില ജലദോഷങ്ങളൊക്കെ മാറുന്ന ചില മുറിവുകളൊക്കെ മാറുന്നുണ്ട്. അതിനുള്ളൊരു സംവിധാനം അല്ലാഹു നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരങ്ങളിൽ പല ശരീരങ്ങൾക്കും രോഗങ്ങൾ ബാധിക്കാം. ഹൃദയത്തിന് രോഗം ബാധിക്കാം, നമ്മുടെ ആത്മാവിന് രോഗം ബാധിക്കാം. ഹൃദയത്തിന്റെ രോഗം എന്തൊക്കെയാണ്? അഹങ്കാരവും അസൂയയുമാണ് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ. എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എന്തിനാണ് നമ്മൾ അസൂയപ്പെടുന്നത്? അല്ലാഹു അല്ലേ ഇതെല്ലാം തരുന്നത്? നമുക്ക് തരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹു അല്ലേ? നമ്മൾക്കൊന്നിലും അവകാശമില്ലല്ലോ. നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം പടച്ച റബ്ബ് തരുന്നതാണ്. നമുക്ക് ആരോഗ്യ അവസ്ഥയുണ്ടോ അത് പടച്ച റബ്ബ് തരുന്നതാണ്. സമ്പത്തുണ്ടോ, സന്താനങ്ങളുണ്ടോ, എന്തെല്ലാം സുഖ സൗകര്യ വാഹനങ്ങളുണ്ടോ, അമ്പലചുംബികളായ കൊട്ടാരങ്ങളുണ്ടോ, സഞ്ചരിക്കാനുള്ളതായ സൗകര്യങ്ങൾ നമുക്കുണ്ടോ, ഇതെല്ലാം പടച്ച റബ്ബ് തരുന്നതാണ്. മുടങ്ങാതെ ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇതെല്ലാം അല്ലാഹു തരുന്നതാണ്. അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അതിലെന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവർക്ക് കിട്ടിയതിൽ അസൂയപ്പെടുന്നത്? അത് അവർക്ക് കൊടുത്തത് അല്ലാഹുവാണ്. നമുക്ക് തരാത്തതും അല്ലാഹു തന്നെയാ. അൽഹംദുലില്ലാഹ്, അവനെ സ്തുതിക്കുകയല്ലേ വേണ്ടത്. എന്തിനാണെങ്കിലും അഹങ്കാരം നമുക്ക് വേണ്ട, അസൂയ വേണ്ട. ഇത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളോ. ഇനി ദേഷ്യവും പകയും അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മറ്റുള്ളവരോട് പകവെച്ച് പുലർത്തുക, അതിന്റെ ആവശ്യം നമുക്കില്ല. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, അതിന്റെ ആവശ്യം നമുക്കില്ല. ദേഷ്യം വന്നാൽ ഉള്ളെടുത്താൽ ദേഷ്യം പോകുന്നതാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ രോഗങ്ങളാകുന്ന അഹങ്കാരവും അസൂയയും കിബറും ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇടിച്ചു പറിച്ചു മാറ്റുക. അത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാ. ശരീരത്തിൽ ഒരു ചെറിയ അവയവമുണ്ട്, അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി. അത് മോശമായാൽ ശരീരം മൊത്തം മോശമാകുന്നതാ. അതുകൊണ്ട് ആ ഹൃദയമാണ് അവയവം എന്ന് പറയുന്നത്. ഹൃദയം നന്നായാൽ നമ്മുടെ ശരീരം മൊത്തം നന്നാവുന്നതാ. ഹൃദയം മോശമായാൽ നമ്മുടെ ശരീരം മോശമാകുന്നതാണ്. അതുകൊണ്ട് ഹൃദയത്തിനെ മോശമാക്കുന്ന രോഗങ്ങളായ അഹങ്കാരം, അസൂയ, കിബർ പോലെയുള്ള രോഗങ്ങൾ നമുക്ക് വേണ്ട. അത് നമ്മൾ പാടെ പിഴുതെറിയുക. ദേഷ്യവും പകയും അത് ആത്മാവിന്റെ രോഗാവസ്ഥയാണ്. അതും നമ്മൾ മാറ്റി നിർത്തുക. പിന്നെ അറിവില്ലായ്മ ഒരു രോഗമാണ്. അതിനുള്ള മരുന്ന് അറിവുള്ളവരോട് ചോദിക്കലാണെന്ന് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല സൂറത്തുൽ നഹ്ലിലൂടെ നമ്മോട് പറയുന്നുണ്ട്, ഫസഅലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസഅലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹു തആല സൂറത്തുൽ നഹ്ലിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിക്കുക. നമ്മുടെ വിഷയം മാറിപ്പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബങ്ങളിൽ രോഗികളായാൽ അവരെ സന്ദർശിക്കുമ്പോ തന്റെ വലത്തെ കൈകൊണ്ട് റിസാലത്തിന്റെ വലത്തെ കൈ കൊണ്ട് തടവിയിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫിഹി വഅന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഉൻ ലാ യുഗാദിറു സഖമൻ. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നത്.
വലത്തെ കൈ കൊണ്ട് തടകിയിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കും: അല്ലാഹുമ്മ റബ്ബന്നാസി, മനുഷ്യരുടെ രക്ഷിതാവായ അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബന്നാസി, മനുഷ്യരുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ, പ്രയാസങ്ങൾ നീക്കണമേ. അദ്ഹിബിൽ ബഅസ, പ്രയാസങ്ങൾ നീക്കണമേ അല്ലാഹ്. ഇശ്ഫിഹി വഅന്ത ശാഫി, നീ തന്നെയാണ് ശമനം നൽകുന്നവനും, അതിനാൽ ഈ രോഗിയുടെ രോഗത്തിന് ശമനം നൽകണമേ അല്ലാഹ്. നീ തന്നെയാണ് ശമനം നൽകുന്നവൻ റബ്ബേ, അതുകൊണ്ട് ഈ രോഗിയുടെ രോഗത്തിന് നീ ശമനം നൽകണമേ അല്ലാഹ്. ഇശ്ഫിഹി വഅന്ത ശാഫി, ഇശ്ഫിഹി വഅന്ത ശാഫി, നീ തന്നെയാണ് ശമനം നൽകുന്നവൻ, അതുകൊണ്ട് ഈ രോഗിയുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാഹ്, ശമനം നൽകണേ അല്ലാഹ്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീയല്ലാതെ രോഗം മാറ്റുന്നവനില്ല റബ്ബേ, അതിനാൽ യാ ഇല്ലാ ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീയല്ലാതെ രോഗം മാറ്റുന്നവനില്ല അല്ലാഹ്. ശിഫാഉ ലാ യുഗാദിറു സഖമൻ, അതിനാൽ യാതൊരു പ്രയാസവും അവശേഷിക്കാത്ത രൂപത്തില് ഈ രോഗിയുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഒരു പ്രയാസവും യാതൊരു രോഗത്തിന്റെ ലക്ഷണങ്ങളോ ഒരു പ്രയാസമോ അവശേഷിക്കാത്ത രൂപത്തില് ഈ രോഗിയുടെ രോഗത്തെ നീ ശിഫയാക്കണേ അല്ലാഹ്, സുഖപ്പെടുത്തണേ അല്ലാഹ് എന്ന് വലത്തെ കൈ റിസാലത്തിന്റെ വലത്തെ കൈ കൊണ്ട് തടവിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. നമുക്കും നമ്മൾ രോഗികളെ കാണാൻ പോകുമ്പോ, രോഗികളെ സന്ദർശിക്കുമ്പോ നമുക്കും ഇങ്ങനെ ദുആ ചെയ്യാം. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫിഹി വഅന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഉ ലാ യുഗാദിറു സഖമൻ എന്ന ദുആ എല്ലാവരും കാണാണ്ട് പഠിച്ച് അർത്ഥം മനസ്സിലാക്കി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രോഗിയെ സന്ദർശിക്കുമ്പോ ഇപ്രകാരം ദുആ ചെയ്ത ദുആയാണ്. അതുകൊണ്ട് നമ്മളും രോഗികൾ സന്ദർശിക്കാൻ പോകുമ്പോ, രോഗികളായ വീടുകളിൽ ചെല്ലുമ്പോ അവിടെ ചെന്നിട്ട് ഈ ദുആ ചെയ്യൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പടച്ച റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്ന് വന്നു പോയ മുഴുവൻ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതായ സൽക്രമങ്ങൾ, ഞങ്ങൾ ചെയ്തതായ സൽക്രമങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ സ്വർഗം കിട്ടാൻ ഒതുങ്ങുന്നതാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരങ്ങള് അല്ലാഹുവേ, ഞങ്ങളുടെ ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആൻ പാരായണം അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്നതായ എല്ലാ സൽക്രമങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ അല്ലാഹ്. പ്രതിസന്ധികൾ പരിഹരിക്കണേ അല്ലാഹ്. കഷ്ടനഷ്ടങ്ങൾ തരല്ലേ അല്ലാഹ്. എല്ലാവിധ റാഹത്തും സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് രോഗികളായവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് മക്കൾ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടബാധ്യതയുള്ളവർക്ക് കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ വീട് പണി നടക്കുന്നവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക് സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ വന്നു പോയ മുഴുവൻ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങൾ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.